നിങ്ങൾ ഇപ്പോൾ ശ്വസിക്കുന്ന ഈ കേരളത്തിലെ വായുവിന് എത്രത്തോളം സുരക്ഷിതത്വമുണ്ട്? വടക്കൻ കേരളത്തിലെ ഒരു ശാന്തമായ പകൽ സമയം എല്ലാവരും ഉറക്കമുണരുന്നതേയുള്ളൂ. പക്ഷെ ആരും അറിയാതെ കേരളത്തിലെ 4 പ്രധാന ജില്ലകളിൽ ഒരേ സമയം ചില വണ്ടികൾ വന്നു നിൽക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള NIA പ്രത്യേക സംഘമാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം. ഒരൊറ്റ മിനിറ്റിൽ പുലർച്ചെ 5 മണിക്ക് ഒരേ സമയം വാതിലുകളിലെ മുട്ടുകൾ വീഴുന്നു. എന്തിനായിരുന്നു ഈ അതീവ രഹസ്യ ഓപ്പറേഷൻ? വെറുമൊരു ക്വാറി കേസ് അന്വേഷിക്കാനാണോ? അതോ കേരളത്തെ മൊത്തമായി ചാരമാക്കാൻ കെൽപ്പുള്ള ഒരു വൻ ദുരന്തത്തിന്റെ വേരുകൾ തേടിയോ? ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ മതേതര കേരളത്തിന്റെ ഒരു ഗുണത്തിനെ കുറിച്ചാണ്. ലീഗ് ഭരണത്തിന്റെയോ അല്ലെങ്കിൽ ലീഗിനെ താങ്ങി നിർത്തുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയോ ഒക്കെ ആ ഒരു മതേതര തണലുണ്ടല്ലോ, അതിന്റെ യഥാർത്ഥ ഗുണം ഇപ്പോൾ വടക്കൻ കേരളം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉള്ളിലോറി, സാധാരണ നമ്മൾ കറികളിൽ അരിയുന്ന, വിപണിയിൽ വില കൂടുമ്പോൾ മാത്രം ചർച്ചയാവുന്ന പാവമുള്ളി. പക്ഷെ ആ ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്തിയത് വെറും ഉള്ളിയല്ല, കേരളത്തെ ഒന്നാകെ ഞെട്ടിക്കാൻ പോകുന്ന, തൊട്ടാ പൊട്ടുന്ന 10,000 മാരക സ്ഫോടക വസ്തുക്കളായിരുന്നു. പോലീസ് അന്വേഷിച്ച് എങ്ങും എത്താതിരുന്ന പ്രതികളെ തൊടാൻ മടിച്ച ആ കേസ് ഒടുവിൽ ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു. സംസ്ഥാന പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ കണ്ടെത്താൻ മുകളിൽ നിന്നും അനുവാദമില്ലാതിരുന്ന ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വൻ സ്ഫോടക വസ്തു ശേഖരണത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം വെറും ഒരു കരിങ്കൽ ക്വാറിയാണോ? അതോ കേരളത്തിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറാൻ കാത്തിരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകരമുഖമാണോ? ബാക്കി ദൃശ്യങ്ങൾ കാണുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. ഫെബ്രുവരി മാസം 7-ാം തീയതി മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്ത് ചെമ്മാട് കോഴിക്കോട് റോഡ്, അവിടെ ഫർഹ ഹോളോ ബ്രിക്സ് എന്നൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിക്കുള്ളിൽ സാധാരണ പോലെ ഒരു ലോറി വന്ന് കിടക്കുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളി കയറ്റി വന്ന ലോറിയാണ്. നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കൾ പറയാറുള്ളത് പോലെ പാവം വിയർപ്പൊഴുക്കുന്ന കച്ചവടക്കാരുടെ ലോറി. പക്ഷേ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ റെയ്ഡ് നടത്തുമ്പോൾ കാണുന്നത് എന്താണ്? ഉള്ളിച്ചാക്കൊക്കെ മാറ്റിയപ്പോൾ ഉള്ളിതായിരിക്കുന്നു കണ്ണ് തള്ളിക്കുന്ന കാഴ്ച. 89,600 ജെലാറ്റിൻ സ്റ്റിക്ക്, അതും 448 ബോക്സിൽ. 10,500 നോൺ ഇലക്ട്രിക് ഷോക്ക് ട്യൂബ് സിറ്റൈനുകൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പറക്കുന്ന മലപ്പുറത്തെ ഒരു ജനവാസ മേഖലയിൽ ഒരു ഹോളോ ബ്രിക്സ് കമ്പനിക്കുള്ളിലാണ് ഈ വൻ സ്ഫോടക വസ്തു ശേഖരം ഒരു സുരക്ഷയില്ലാതെ പാർക്ക് ചെയ്തത്. ഒരു ചെറിയ തീപ്പൊരി വന്നെങ്കിൽ, ഒരു ചെറിയ അശ്രദ്ധ ഉണ്ടായെങ്കിൽ ചെമ്മാടും തിരൂരങ്ങാടിയും ഇന്ന് ഭൂപടത്തിൽ ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും വലിയൊരു വിഷയം ഇവിടെ ഉണ്ടായിട്ടും ഇതിനെപ്പറ്റി ഒരു മാപ്രയ്ക്കോ ഒരു നേതാക്കൾക്കോ ആർക്കും ഒരു കുലുക്കവുമില്ല. പിടിക്കപ്പെട്ടത് പാവം ന്യൂനപക്ഷത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്നല്ലേ? അവിടെ ചോദ്യം ചോദിച്ചാൽ മതേതരത്വം തകരും, വർഗീയത വളരും. അതാണല്ലോ ഇവിടുത്തെ ലൈൻ. പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ സാധനം എവിടെ നിന്ന് വന്നതാണെന്ന് മനസ്സിലായി. കർണാടകയിലെ ബിജാപൂരിൽ നിന്നാണ് ഈ വണ്ടിയും ലോഡും വരുന്നത്. കർണാടക അതിർത്തി കടന്ന് കേരളത്തിലെ എത്രയോ ചെക്ക് പോസ്റ്റുകളും ക്യാമറ കണ്ണുകളും വെട്ടിച്ച് യാതൊരു ഭയവും ഇല്ലാതെ ഈ വണ്ടി മലപ്പുറത്ത് വന്ന് കിടക്കണമെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ഭീകരവാദ നെറ്റ്വർക്ക് എത്രത്തോളം ശക്തമായിരിക്കും? ഇത്രയും മാരകമായ ആയുധങ്ങൾ കടത്തിക്കൊണ്ട് വന്നിട്ടും പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ എന്തായിരുന്നു എന്നറിയോ? അനധികൃത ക്വാറികൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണത്രേ. എന്തൊരു ലളിതമായ കണ്ടെത്തൽ! ഇവിടെ തുമ്മിയ ഭീകരവിരുദ്ധ നിയമം ചുമത്തുന്ന പോലീസ് 90,000-നടുത്ത് ജെലാറ്റിൻ സ്റ്റിക്കുകൾ പിടിച്ചപ്പോൾ പറയുകയാണ് അത് കരിങ്കല് പൊട്ടിക്കാൻ കൊണ്ടുവന്നെയാണെന്ന്. ആരെയാണ് ഇവർ വിഡ്ഢികളാക്കുന്നത്? കേരള പോലീസിന്റെ ആദ്യ മാനുഷിക അന്വേഷണം എവിടം വരെ പോയി എന്ന് നമുക്കറിയാം. കേസ് രജിസ്റ്റർ ചെയ്തു, പ്രതികൾ ആരെങ്കിലുമൊക്കെ ആണെന്ന് മനസ്സിലായി. പക്ഷെ പ്രധാന പ്രതികളെ ഒന്ന് തൊടാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല. പ്രതികൾ സുഖമായി ഒളിവിൽ കഴിഞ്ഞു. കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കളിത്തൊട്ടിലായ മലപ്പുറത്ത് ഭരണ പ്രതിപക്ഷ മുന്നണികളുടെ വോട്ട് ബാങ്ക് പ്രീണനത്തിന് പരിക്കേൽക്കാത്ത രീതിയിൽ അന്വേഷണം അങ്ങനെ ഇഴഞ്ഞു നീങ്ങി. മുഖ്യപ്രതികളിലേക്ക് എത്താനോ ഇതിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനോ പോലീസിന് സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയ യജമാനന്മാർ അനുവദിച്ചില്ല. എന്നാൽ കളി മാറിയത് മെയ് 2-ാം വാരത്തോടെയാണ്. സംസ്ഥാന പോലീസിന്റെ ഈ ഒളിച്ചുകളി കണ്ട് മടുത്ത കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ടു. കേസ് നേരെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. കൊച്ചിയിലെ NIA യൂണിറ്റ് കേസെടുത്തതോടെയാണ് യഥാർത്ഥ കളി തുടങ്ങിയത്. NIA ഫയലുകൾ തുറന്നപ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ വ്യക്തമായി. ഇത് വെറുമൊരു ക്വാറി മാഫിയയുടെ കളിയല്ല. ഇതിനു പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. വൻതോതിൽ പണം ഒഴുക്കുന്നുണ്ട്. ഒപ്പം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ അട്ടിമറി നീക്കങ്ങളും ഉണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രവാദ ചിന്താഗതികൾക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറുമ്പോൾ ഇത്തരം സ്ഫോടക വസ്തു ശേഖരങ്ങൾ വെറും കരിങ്കല്ല് പൊട്ടിക്കാനാണെന്ന് വിശ്വസിക്കാൻ NIA വിഡ്ഢികളല്ലല്ലോ. അതുകൊണ്ടാണ് അവർ ഒട്ടും സമയം കളയാതെ പുലർച്ചെ തന്നെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വൻ റെയ്ഡിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇനി നമുക്ക് ആ പ്രതിപ്പട്ടികയിലേക്കും NIA ഒരേ സമയം നടത്തിയ ആ മിന്നൽ റെയ്ഡുകളിലേക്കും വരാം.
ഈ കേസിൽ ആകെ 7 പ്രതികളാണുള്ളത്. അതിലൊന്നാം പ്രതി ആരാണ്? കോഴിക്കോട് മുക്കം എരഞ്ഞിമാവ് സ്വദേശിയായ ഹാരിസ്. ഈ ഹാരിസ് ആരാണ്? തിരൂരങ്ങാടി പോലീസ് കേസെടുത്ത അന്ന് മുതൽ ഇയാൾ ഒളിവിലാണ്. ഇത്രയും വലിയ സ്ഫോടക വസ്തു വേട്ട നടന്നിട്ടും പോലീസിന് ഈ ഒന്നാം പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഈ നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാം സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇയാൾക്ക് ബാഹ്യ സഹായം നൽകുന്നത് ആരാണ്? NIA സംഘം നേരെ ചെന്നത് ഹാരിസിന്റെ വീട്ടിലേക്കും അയാളുടെ ഉടമസ്ഥയിലുള്ള എക്സലന്റ് ബ്രിക്സ് എന്ന സ്ഥാപനത്തിലേക്കുമാണ്. ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മുക്കത്തുള്ള ക്വാറിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ ശ്രമിച്ചത് എന്നാണ് പോലീസ് തന്ന വിവരം. എന്നാൽ അത് വെറും ഒരു മറ മാത്രമായിരുന്നു എന്ന് NIA സംശയിക്കുന്നു. റെയ്ഡ് അവിടെയും തീർന്നില്ല. മലപ്പുറത്ത് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ തിരൂരങ്ങാടിയിലെ ഗോഡൌണിലും ലോറി ഉടമസ്ഥന്റെ ഭാര്യ വീട്ടിലേക്കും NIA അരിച്ചു പെറുക്കി. കാസർഗോഡേക്ക് പോകുമ്പോൾ കേസിലെ 3-ാം പ്രതിയായ മുഹമ്മദ് സലീമിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ കാസർഗോട്ടെ വീട്ടിൽ NIA സംഘം വിശദമായ പരിശോധനയും നടത്തി. ഡിജിറ്റൽ തെളിവുകളും ഡയറികളും അവർ പിടിച്ചെടുത്തു. തീർന്നില്ല, ചിറ്റാരിക്കലിലേക്ക് പോകാം. ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടുമേനി സ്വദേശിയും മുൻപ് കരിങ്കൽ ക്വാറി നടത്തിപ്പുകാരനായിരുന്ന സജി എന്ന വ്യക്തിയുടെ വീട്ടിലും ക്വാറിയിലും റെയ്ഡ് നടന്നു. കണ്ണൂരേക്ക് വരുമ്പോൾ കണ്ണൂർ ചെറുപുഴ ചുണ്ടയിലെ അനിൽകുമാർ എന്നയാളുടെ വീട്ടിലും NIA സംഘം പുലർച്ചെ മുതൽ തമ്പടിച്ച് പരിശോധന നടത്തി. നോക്കൂ, മലപ്പുറത്ത് പിടിച്ച ലോഡ് ലിങ്കുകൾ കിടക്കുന്നത് കോഴിക്കോട്ടും കണ്ണൂരിലും കാസർഗോഡും വടക്കൻ കേരളത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണിത്. ഇത്രയും വിപുലമായ നെറ്റ്വർക്ക് ഉണ്ടാകണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന തലച്ചോറുകൾ ചെറുതല്ല. ഇവിടെയാണ് നമ്മൾ ചില ഗൗരവമേറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടത്. 89,600 ജലാറ്റിൻ സ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒരു സാധാരണ ക്വാറിക്ക് ഒരു വർഷം മുഴുവൻ പ്രവർത്തിക്കാൻ പോലും ഇത്രയും വലിയൊരു ശേഖരത്തിന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് കർണാടകയിൽ നിന്നും രഹസ്യമായി ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച് ഇത്രയും കടത്തിയത്? NIA അന്വേഷിക്കുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഇതിന്റെ സോഴ്സ്, ഉറവിടം. കർണാടകയിലെ ബിജാപൂരിൽ നിന്ന് ഇത് ആർക്കാണ് കൈമാറിയത്? അവിടെയുള്ള ഏത് ഏജൻസിയാണ് ലൈസൻസ് ഇല്ലാതെ ഇത്രയും വലിയ സ്ഫോടക വസ്തുക്കൾ ഒരു ലോറിയിലേക്ക് എടുത്തു വെച്ച് കൊടുത്തത്? 2, സാമ്പത്തിക സ്രോതസ്. ഇത്രയും വലിയ തുകയ്ക്കുള്ള സ്ഫോടക വസ്തുക്കൾ വാങ്ങാൻ ഇവർക്ക് എവിടെ നിന്നാണ് പണം വന്നത്? ഹാരിസിന്റെയോ സലീമിന്റെയോ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണോ? അതോ പണം ഹവാലയാണോ, കുഴൽപ്പണമാണോ? അങ്ങനെയാണോ ഒഴുകിയത്? തീവ്രവാദ സംഘങ്ങളുടെ പങ്ക് ഇതിലുണ്ടോ? പിന്നെ ബാഹ്യ സഹായം അഥവാ എക്സ്റ്റേണൽ സപ്പോർട്ട്. 1-ാം പ്രതിയായ ഹാരിസ് അടക്കമുള്ളവർ മാസങ്ങളായി ഒളിവിലാണ്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇവർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കുന്നതും അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും ഈ നാട്ടിലെ ഏത് സ്ലീപ്പർ സെല്ലുകളാണ്? മതേതരത്വത്തിന്റെ ലേബലൊട്ടിച്ച് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ പ്രതികരിക്കാതെ ഒരു ജനതയുള്ള ഇടത്തോളം കാലം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇത്തരം അജണ്ടകൾ ഇവിടെ നടപ്പിലായിക്കൊണ്ടേയിരിക്കും. ലീഗിന്റെ കോട്ടകളിൽ ഇത്തരം ഭീകര സാമഗ്രികളൊക്കെ പിടികൂടുമ്പോൾ നാക്കില്ലാത്ത മതേതരത്വം വിഴുങ്ങുന്ന രാഷ്ട്രീയ നേതാക്കൾ ഈ നാടിന്റെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. ക്വാറിയുടെ മറവിൽ വൻ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുക, അതുവഴി രാജ്യത്തിന്റെ സമാധാനം തകർക്കുക. ഇതൊക്കെ തന്നെയല്ലേ ഇതിന്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം? കേരളം എന്നൊരു ടൈം ബോംബിന് മുകളിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. അത് മലപ്പുറത്തെ ലോറിയിലെ ജലാറ്റിൻ സ്റ്റിക്കുകളുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു. ഭാഗ്യം കൊണ്ടും കൃത്യമായ ചില രഹസ്യ വിവരങ്ങൾ കൊണ്ടും മാത്രമാണ് അന്ന് ആ ലോഡ് പിടികൂടിയത്. പിടികൂടാത്ത എത്രയോ ലോറികൾ നമ്മുടെ സംസ്ഥാനത്തെ റോഡുകളിലൂടെ ഇപ്പോഴും പായുന്നുണ്ടാകും. സംസ്ഥാന ഏജൻസികൾ വോട്ട് ബാങ്ക് പേടിച്ച് കണ്ണടയ്ക്കുമ്പോൾ NIA ഇത്തരത്തിൽ ശക്തമായി ഇടപെടുന്നത് തന്നെയാണ് നാടിന്റെ ഏക ആശ്വാസം. പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയ ആ റെയ്ഡുകൾ അവസാനിക്കുമ്പോൾ ഒളിവിലുള്ള പ്രതികളുടെ മതേതര മുഖംമൂടികൾ ഒന്നൊന്നായി ഇങ്ങനെ അഴിഞ്ഞു വീഴുമെങ്കിൽ അതൊരു യാതൊരു സംശയവും വേണ്ട. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രവാദ ചിന്തകൾക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയക്കാരും അതിന് മൗനാനുവാദം നൽകുന്ന ഭരണകൂടങ്ങളും ഓർക്കുക, ഈ തീ നാളെ നമ്മുടെ വീടുകളിലേക്കും പടരും. NIAയുടെ അന്വേഷണം അതിന്റെ അവസാന കണ്ണികളിലേക്ക് എത്തട്ടെ. രാജ്യദ്രോഹികൾ ആരായാലും അവർ അഴിക്കുള്ളിലാകട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.